ഹായ് ഹലോ ഹൗ ആർ യു? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഖുറാൻ യേശുവിനെ അവഹേളിക്കുന്നത് ഈ ചർച്ചയുമായിട്ടാണ്. ഖുറാൻ യേശുവിനെ അവഹേളിക്കുന്നത്. എൻ്റെ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക പ്ലീസ് ഫ്രണ്ട്സ്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി, ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഖുറാൻ യേശുവിനെ അവഹേളിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ബെത്ലഹേം TV എന്ന യൂട്യൂബ് ചാനലിൽ ഫാദർ ഡോക്ടർ ആൻ്റണി തറേക്കടവിൽ എന്ന ഒരു പ്രീസ്റ്റ്, ഒരു അച്ഛൻ, ഖുറാനിൽ യേശുവിനെ ഈസാ നബിയാക്കി അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തലക്കെട്ടോടു കൂടിയ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നത് ഖുറാനിൽ യേശുവിനെ അവഹേളിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഖുറാനിൽ യേശുവിനെ ഈസാ നബിയാക്കി അവഹേളിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വേറെ 2 ലിങ്ക് കൂടി കണ്ടു. ഖുറാൻ ഒരു മനുഷ്യൻ എഴുതിയതാണ്. മനുഷ്യരല്ലാതെ ഇവിടെ മറ്റു ഗ്രന്ഥങ്ങളൊന്നും ദൈവം എഴുതിയിട്ടില്ല. ഞാൻ ഏകദൈവ വിശ്വാസിയാണ്. മനുഷ്യരല്ലാതെ ഒരു ദൈവവും നേരിട്ട് വന്നിരുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥവും എഴുതിയിട്ടില്ല. പിന്നെ ബൈബിളും എല്ലാം മനുഷ്യരെഴുതിയതാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്നത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു ലിങ്കിൻ്റെ ടൈറ്റിൽ, ഇസ്ലാമിലെ നല്ല മനുഷ്യർക്ക്, നല്ല ഇസ്ലാമികൾക്ക് തീവ്രവാദികളെ പറഞ്ഞ് തിരുത്തിക്കൂടെ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന നല്ലവരായ ഇസ്ലാമികൾ ഇവിടെയുണ്ട്. അവർ ഒന്നിലും ഇടപെടാതെ പോകുന്ന ആളുകളാണ് കൂടുതലും. പിന്നെ ടെററിസ്റ്റുകൾ എവിടെയോ ഇരുന്ന് മറ്റ് രാജ്യങ്ങളിൽ ഇരുന്ന് തീവ്രവാദം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ തീവ്രവാദികളുണ്ടാവും. ഈ തീവ്രവാദികളെ കൺട്രോൾ ചെയ്യുവാൻ, തിരുത്തുവാനും കൺട്രോൾ ചെയ്യാനുമൊക്കെ ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും നിയമത്തിനുമേ കഴിയുള്ളൂ. ബിൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ബിൻ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒബാമ ഇറങ്ങേണ്ടി വന്നു. ഒബാമ വെടിവെച്ച് കൊല്ലേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള ലോക പോലീസ് പോലെയുള്ള അമേരിക്കയ്ക്കൊക്കെ കഴിയുള്ളൂ. അപ്പോൾ സാധാരണ സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന മുസ്ലിങ്ങളോട് തീവ്രവാദികൾ ഒതുക്കാൻ പറയുന്നത് ലോകമണ്ഡലത്തിലാണ്. അത് നടക്കില്ല. പിന്നെ ഇനി അച്ഛൻ പറഞ്ഞ അതായത് ഖുറാനിൽ യേശുവിനെ ഈസാ നബിയാക്കി അവഹേളിക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു ഉപമ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയുള്ള മസ്തയുടെയും ഈസയുടെയും കഥയാണ്. മസ്തയും ഈസയും അത് അദ്ദേഹം സിംബലൈസ് ചെയ്യുന്നത് അള്ളാഹുവിനെയും യേശുവിനെയും ഈസാ നബിയെയും ഖുറാനിലെ ഈസാ നബിയെയുമാണ് അദ്ദേഹം സിംബലൈസ് ചെയ്യുന്നത്. ഖുറാനിൽ ഈസായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഹാസ്യ രൂപമാണ്, കളിയാക്കിക്കൊണ്ടാണ് മസ്തയുടെയും ഈസയുടെയും കഥ പറഞ്ഞത്. ഖുറേഷി ദേവന്മാരിൽ ഒരാളായ അള്ളാഹുവിൻ്റെ മണ്ണിൽ നിന്നും ആദത്തിനെന്ന പോലെ ജീവൻ നൽകിയ വ്യക്തിയാണ് ഈസാ നബി. ഈസാ നബി ആദത്തെ പോലെയാണ്. പിതാവില്ലാതെ കന്യകയിൽ നിന്ന് ജനിച്ച ആളാണ് അദ്ദേഹം. ഇതാണ് ഖുറാനിൽ ഈസായെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതാവില്ലാതെ കന്യകയിൽ നിന്ന് ജനിച്ച വേറൊരു മനുഷ്യൻ, യേശു അല്ലാതെ വേറൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാനോ പറയാനോ ചൂണ്ടിക്കാണിക്കാനോ പറ്റുമോ? ഖുറാനിൽ പറയുന്ന ഈസാ നബി പിതാവില്ലാതെ കന്യകയിൽ നിന്ന് ജനിച്ചവനാണ്. ഭൂമിയിൽ പിതാവില്ലാതെ കന്യകയിൽ നിന്ന് ജനിച്ച ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ലോക ചരിത്രത്തിൽ മുഴുവൻ. ആളാണ് ഇദ്ദേഹം. ഇഞ്ചിൻ നൽകി അള്ളാഹു അദ്ദേഹത്തെ തൻ്റെ പ്രവാചകനാക്കി മാറ്റി. ഈസയെ തൗറാത്ത് പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഈസാ നബി, യേശു ക്രിസ്തു. അത് സത്യമാണ്. അത് ലോകചരിത്രം പറയുന്നത് യേശുവാണ് ഏറ്റവും വലിയ പ്രവാചകൻ എന്നാണ്. ഈസാ നബി അള്ളാഹു സത്യദൈവമാണെന്നും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഈസാ നബി പഠിപ്പിച്ചു. ഈസാ നബിയുടെ ശിഷ്യന്മാരെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ശിഷ്യന്മാരും ഉണ്ടാവാം. അത് ഇപ്പം ഞാൻ പറയും, ബൈബിള് ഖുറാനൊക്കെ എഴുതുന്നതോ ഏത് വിശുദ്ധ ഗ്രന്ഥം എഴുതുമ്പോഴും അത് ഈ ബൈബിള് എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 500 വർഷങ്ങൾക്ക് ശേഷമാണ് ഖുറാൻ അറബിയിലാണ് എഴുതിയിട്ടുള്ളത്, ബൈബിൾ ഹീബ്രുവിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചുരണ്ടി എടുത്തപ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂഷനിലും അദ്ദേഹത്തിൻ്റെ കൂട്ടിച്ചേർക്കലുകൾ, അതായത് മുഹമ്മദ് നബിയുടെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവാം.
അത് മാനുഷികമാണ്. യുക്തിപരമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള എഴുത്തോ സംഭവിച്ചിരിക്കാം. തനിക്ക് മുൻപുള്ള നിയമത്തെ ഉറപ്പിക്കുന്നവനും തനിക്ക് ശേഷം വരുന്ന ദൂതനെക്കുറിച്ച് പറയുന്നവനുമാണ് താനെന്ന് ഈസാ നബി പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ ഈസാ നബി ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് അദ്ദേഹം ആരോടും വെളിപ്പെടുത്തിയില്ല. താൻ അല്ലാഹുവിൻ്റെ പുത്രനാണെന്ന് ഈസാ നബി ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ ഈസാ നബി പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിതാവിൻ്റെ പുത്രനാകുന്നു, ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിച്ചാൽ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും യുക്തിപരമായ എഴുത്താവാം. ഈസാ നബി ക്രൂശിക്കപ്പെടുകയോ ഉയർപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതും യുക്തിക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ യുക്തിക്കനുസരിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അള്ളാഹു ഈസാ നബിയെ തന്നിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അത് സത്യമാണ്. അതായത് യേശുവിനെ ദൈവത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഇതാണ് ഖുർആനിൽ യേശുവിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ബൈബിളിൽ പറയുന്നത് ഇതിന് നേരെ വിപരീതമാണ്. അപ്പം ഈ പറഞ്ഞ ചെറിയ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഖുർആനിൽ ഉണ്ടാവാം. അവരുടേതായ സങ്കല്പത്തിൽ അല്ലെങ്കിൽ അറബിക് കൾച്ചറിൽ ഹീബ്രു ഭാഷയിൽ നിന്ന് എടുത്തതും അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂഷൻസും വെച്ച് അറബിക് കൾച്ചറിൽ എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റേതായ യുക്തിക്കനുസൃതമായിട്ട് യേശുവിനെ ഈസാ നബിയാക്കി എഴുതിയിട്ടുണ്ടാവാം. പക്ഷേ ഈ പിതാവില്ലാതെ കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് ഖുർആനിലും ബൈബിളിലും ഒരേപോലെ പറയണം. അത് യേശു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈസാ നബിയെ തന്നിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ബൈബിളിലേക്ക് വരാം. ബൈബിളിൽ പറയുന്നത് യേശുക്രിസ്തു ആദിയിൽ പിതാവിനൊത്ത് ആയിരുന്നവനും ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തവനും ഈ ലോകത്തിലെ തൻ്റെ ജീവിതകാലത്ത് മനുഷ്യന് നന്മ ചെയ്തവനും രോഗികളെ സുഖമാക്കിയവനും പീഡിതരെ ആശ്വസിപ്പിച്ചവനും മരിച്ചവരെ ഉയർത്തിയവനും തൻ്റെ ജീവിതത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചവനും തൻ്റെ ജീവിതത്തിൽ നമ്മുടെ പാപപരിഹാരങ്ങൾക്കായി കഠിനമായി പീഡനമേറ്റ് ദൈവഹിതമനുസരിച്ച് കുരിശിൽ മരിച്ചവനും മരണശേഷം ദൈവപിതാവിനാൽ ഉയർപ്പിക്കപ്പെട്ടവനും ആണ് യേശുക്രിസ്തു. ഇത് തുടർന്ന് ഇങ്ങനെ പോകുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ടെയിലിൽ പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത്, ബൈബിൾ ഗ്രന്ഥം ക്രിസ്തു മതം എന്ന് പറയുന്നത് യേശുവിൻ്റെ മതമാണ്. യേശു അല്ല ക്രിസ്തു മതം ഉണ്ടാക്കിയിട്ടുള്ളത്. യേശുവിന് ശേഷം യേശുവിൻ്റെ ഭക്തരും യേശുവിൻ്റെ പിന്മുറക്കാരും ചേർന്നിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള മതമാണ് ക്രിസ്തുമതം. യേശുവിൻ്റെ സംസ്കാരമാണ് ക്രിസ്തുമതം. അതിൽ ഈ പറഞ്ഞ പോലെ യുക്തിക്കനുസൃതമായിട്ട് എഴുതിയവരുടെ കൂട്ടിച്ചേർക്കലുകളോ തിരുത്തലുകളോ ഉണ്ടാവും. പക്ഷേ ബൈബിൾ ഒരിക്കലും ഫാബ്രിക്കേറ്റഡ് അല്ല, ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് കൂട്ടിച്ചേർക്കലുകൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷേ യുക്തിപരമായി എഴുത്തുണ്ടാവും. അപ്പം ബൈബിളൊന്നും കൂട്ടിച്ചേർക്കുകയോ അഴിച്ചു പണിക്കുകയോ ചെയ്തിട്ടില്ല. അതാണല്ലോ ക്രിസ്തുവിൻ്റെ 12 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള കാര്യം ഇതുവരെ ഒരിക്കലും ബൈബിളിൽ പറയുന്നില്ല. അത് കൂട്ടിച്ചേർത്തിട്ടില്ല, ഒന്നും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടില്ല. അതിനൊക്കെ ഉള്ള ഉത്തമ ഉദാഹരണമാണ് അത്. ബൈബിളിലൊന്നും കൂട്ടിച്ചേർക്കുകയോ അഴിച്ചു പണിയുകയോ ചെയ്തിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഫാദർ ഡോക്ടർ ആൻ്റണി തറയ്ക്കടവിൽ പറഞ്ഞു നിർത്തുന്നത്, ഇങ്ങനെയുള്ള യേശുക്രിസ്തുവിനെ ആണോ ഖുർആൻ ഈസാ നബിയായി ആയി പറയുന്നത്? യേശുക്രിസ്തു എന്നത് ഇങ്ങനെയുള്ള യേശുക്രിസ്തുവിനെ ആണോ ഖുർആൻ ഈസാ നബി എന്ന് പറയുന്നത്? യേശുക്രിസ്തു എന്ന് ചെറുപ്പം മുതൽ കേട്ടു വളർന്ന മുസ്ലിങ്ങൾ അത് വിശ്വസിച്ചതിൽ അവരെ കുറ്റം പറയാനാകില്ല. അപ്പോൾ അദ്ദേഹം ഒരിക്കലും സമ്മതിക്കുന്നില്ല ഈസാ നബി യേശുക്രിസ്തു ആണെന്ന്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധമുണ്ടെന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. ഈ ഖുർആനിൽ പറയുന്ന ഈസാ നബിയും ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു ഒരാളാണെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ഏത് കണ്ണുപൊട്ടനും മനസ്സിലാവും എന്നുള്ളത് സത്യമാണ്. ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ചിട്ടാണ് ബൈബിൾ രചിച്ചിട്ടുള്ളത്. അറബി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതിയായിട്ടാണ് ഈ ഖുർആനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ തത്വചിന്തകരും വായനാശീലമുള്ളവരും ഖുർആനെ കണക്കാക്കുന്നത് ഏറ്റവും മികച്ച കൃതിയായിട്ട്, അറബി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതിയായിട്ട്. മുഹമ്മദ് നബിക്ക് ഗബ്രിയേൽ ദൂതൻ വഴി ദൈവം വാമൊഴിയായി വെളിപ്പെടുത്തിയതാണ് ഖുർആൻ എന്ന് ഇസ്ലാമികൾ വിശ്വസിക്കുന്നു. ഗബ്രിയേൽ മാലാഖ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്. മാതാവിന് പ്രത്യക്ഷപ്പെട്ട് മാതാവ് ദൈവപുത്രനെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന് മാതാവിനോട് പറഞ്ഞിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗബ്രിയേൽ മാലാഖയാണ് വന്ന് പറഞ്ഞതെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബൈബിൾ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലെ പ്രധാന വിവരണങ്ങളുമായി വിവരിച്ചിരിക്കുന്ന പ്രധാന വിഷയങ്ങളുമായി വായനക്കാരൻ്റെ പരിചയം ഖുർആൻ അനുമാനിക്കുന്നു. ബൈബിൾ ക്രിസ്തുമതം, യഹൂദമതം, ഇസ്ലാം മതം, സമരിയാനിസം എന്നിവയിൽ പവിത്രമായി കരുതപ്പെടുന്ന മതഗ്രന്ഥങ്ങളുടെയോ തിരുവെഴുത്തുകളുടെയോ ശേഖരമാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം. ഈ ഗ്രന്ഥങ്ങളെല്ലാം ബൈബിളിനെ ബഹുമാനിക്കുന്നു.
ബൈബിളിനെയും യേശു ക്രിസ്തുവിനെയും ബഹുമാനിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞതിൽ എന്താ കാര്യമുള്ളത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ഇതര അന്വേഷണത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥം, ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇസ്ലാം മതമാണ് അതിൽ ആദ്യത്തെ ഗ്രന്ഥം. ഇസ്ലാം മതം, ബഹായി മതം, ദ്രൂസ് മതം തുടങ്ങിയ മതങ്ങൾ. അപ്പോൾ സമരിയാനിസം, ഇതിലൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇസ്ലാമിസത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. പഴയ നിയമത്തിൽ ഇസ്ലാമികളെക്കുറിച്ചും ക്രിസ്തു എന്ന പ്രവാചകൻ, വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രപ്പിതാക്കന്മാരെക്കുറിച്ചുമൊക്കെ പഴയ നിയമത്തിൽ തോറയിൽ പറയുന്നുണ്ട്. അബ്രാഹത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അബ്രാഹം, യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം എന്നിവയുൾപ്പെടെയുള്ള അബ്രഹാമിക് മതങ്ങളുടെ സാധാരണ എബ്രായ ഗോത്രപിതാവാണ് അബ്രാഹാം. അതായത് മോശയ്ക്ക് ശേഷമുള്ള അറിയപ്പെടുന്ന പ്രവാചകൻ ഗോത്രപിതാവാണ് അബ്രാഹാം. യഹൂദ മതത്തിൽ യഹൂദരും ദൈവവും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിൻ്റെ സ്ഥാപക പിതാവാണ് അബ്രാഹാം. ക്രിസ്തു മതത്തിൽ അവൻ യഹൂദരോ അല്ലാത്തവരോ ആകട്ടെ എല്ലാ വിശ്വാസികളുടെയും ആത്മീയ പൂർവികനാണ് അബ്രാഹാം. ഈ ഇസ്ലാമിൽ ആദാമിൽ തുടങ്ങി മുഹമ്മദിൽ അവസാനിക്കുന്ന ഇസ്ലാമിക് പ്രവാചകരുടെ ശൃംഖലയിലെ ഒരു കണ്ണിയാണ് അബ്രാഹാം. ബഹായി വിശ്വാസത്തിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉപജ്ഞാതാവ്, ദ്രൂസ് മതത്തിൽ ചരിത്രത്തിലെ ആദ്യത്തെ പ്രവാചകൻ. ഈ അബ്രാഹാമിൻ്റെ മൂത്ത മകൻ ഹാഗറിൽ ജനിച്ച ഇസ്മായിലാണ്. ഈ ഹാഗർ എന്ന് പറയുന്ന ഇസ്മായിലിൻ്റെ മാതാവ്, അതായത് അബ്രഹാമിൻ്റെ ഭാര്യയായ, യഥാർത്ഥ ഭാര്യയായ, ഔദ്യോഗിക ഭാര്യയായ സാറയുടെ ദാസിയായിരുന്നു. അതായത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തോറയിൽ, പഴയ നിയമത്തിൽ. അപ്പം സാറയ്ക്ക് അബ്രഹാമിൽ മക്കൾ ഉണ്ടാകാത്ത കാരണം സാറ ദാസിയായ ഹാഗറിനെ പരിചയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ സാറയുടെ പ്രകാരം അവർ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ സാറയുടെ നിർദ്ദേശപ്രകാരം അബ്രഹാമിന് ജനിച്ച മകനാണ് ഇസ്മായിൽ. അബ്രഹാമിന് സാറയിൽ ജനിച്ച മകനാണ്, അതായത് നിർദ്ദേശപ്രകാരം അബ്രഹാമിന് ജനിച്ച മകനാണ്, അതായത് ഹാഗറിൽ ജനിച്ച മകനാണ് ഇസ്മായിൽ. അബ്രഹാമിന് സാറയിൽ ജനിച്ച മകനാണ് അബ്രഹാമിൻ്റെ രണ്ടാമത്തെ മകനായ ഇസഹാക്ക്. യൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയുൾപ്പെടെയുള്ള അബ്രഹാമിക് മതങ്ങളുടെ കാരണവസ്ഥാനത്തുള്ള വ്യക്തിയാണ് ഇസഹാക്ക്. അപ്പോൾ ഇസഹാക്ക് ഇസ്ലാം മതത്തിൻ്റെയും കാരണവസ്ഥാനത്തുള്ള വ്യക്തിയാണ്, ക്രിസ്തു മതത്തിൻ്റെയും കാരണവസ്ഥാനത്തുള്ള വ്യക്തിയാണ്. പിന്നെ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം അനുസരിച്ച് വരുമ്പോൾ ക്രിസ്ത്യാനികളുടെ പൂർവികനാണ് ഇസഹാക്ക്. പിന്നെ ക്രിസ്ത്യൻ സ്വാതന്ത്ര്യത്തെ പ്രതീകപ്പെടുത്തുന്ന ഇസഹാക്കിനെയും അടിമത്തത്തെ പ്രതീകപ്പെടുത്തുന്നത് നിരസിക്കപ്പെട്ട മൂത്ത മകൻ ഇസ്മായിലിനെയുമാണ്. ഇതൊക്കെ അങ്ങനെ പഴയ നിയമത്തിൽ പറയുന്നതാണ്. ഹാഗർ സീനായി ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാറ കൃപയുടെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബി ഇസ്മായിലിൻ്റെ പിന്മുറക്കാരനും യേശു അല്ലെങ്കിൽ ഈസ യാക്കോബിൻ്റെ പിന്മുറക്കാരനുമാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, ഇസ്മായിലും ഇസഹാക്കും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം സഹോദരങ്ങളാണ്. അപ്പോൾ രണ്ടമ്മയിൽ ജനിച്ച മക്കളാണ്, അബ്രഹാമിന് ജനിച്ച മക്കളാണ് ഈ പറയുന്ന ഇസ്മായിലും ഇസഹാക്കും. ക്രിസ്ത്യാനികളുടെ പൂർവികനും പൂർവിക പിതാവും ഈ മുസ്ലിങ്ങളുടെ പൂർവിക പിതാവും. അപ്പം ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ ഇത്രയും നേരം അച്ഛൻ പറഞ്ഞത് വെച്ചിട്ട് അച്ഛൻ ഒരിക്കലും ഈ പറയുന്ന അറബിക് ലാംഗ്വേജിൽ എഴുതിയ ഖുറാനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഈസാ നബി യേശു ആണെന്ന് സമ്മതിക്കുകയോ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ കന്യകയായ സ്ത്രീയിൽ നിന്ന് പിതാവ് അറിയാതെ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്, അത് ഈസാ നബിയാണ്. ബൈബിളിൽ പറയുന്ന ഈസാ നബി തന്നെയാണ് ഖുറാനിലുള്ളത്. അപ്പോൾ നമ്മൾ സഹോദരങ്ങളെ തമ്മിൽ തല്ലിക്കാതിരിക്കുക. യേശു ക്രിസ്തു എല്ലാത്തിലും ഉണ്ട്, എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ആ ബഹുമാനവും സ്നേഹവും ഇല്ലാതാക്കാതിരിക്കുക. ദൈവത്തെ ഓർത്ത് ഈ മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ ഈ ഫാദർ ഡോക്ടർ ആൻ്റണി തറയ്ക്കടവിന് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ഓക്കെ, ഇന്ന് ഞാനിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ടോക്ക് ഓഫ് ദി ഡേ. അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ, വീണ്ടും കാണാം.